പണ്ടൊന്നും നമ്മൾ ഒരിക്കലും ഒരു ആങ്കൊച്ചും പെങ്കൊച്ചും ഇപ്പൊ ഈ അടുത്തിരുന്നു കളിച്ചു എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ഇപ്പൊ ആ ഒരു നിഷ്കളങ്കതയൊക്കെ ഒത്തിരി ഒത്തിരി മാറിപ്പോയി. അങ്ങനെ വരുമ്പോഴത്തേനും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എല്ലാം കൊച്ചു പിള്ളേർ തന്നെ അത് പറയുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് ഈ വചനത്തിൽ പറയുന്ന പോലെ ആ പ്രായമാവുന്നതിന് മുമ്പേ അതിനെ ഇളക്കി വിടുന്ന രീതിയിൽ ലോകം ഇപ്പൊ ഒത്തിരി മാറി. അതിന്റെ കുറെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് കേട്ടോ, അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ലൈക്ക് ഇതൊരു പോസിറ്റീവ് വൈബാണോ കൊടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിക്ക്? അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെ അല്ലെങ്കിൽ വേൾഡിൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും ഓരോ ഇൻഡിവിജ്വലിനും അതൊരു ഒരു ഒരു നല്ലൊരു കാര്യമായിട്ടാണോ തോന്നുന്നത്? ലൈക്ക് ഓരോ വ്യക്തിയുടെ അനുഭവങ്ങൾ എടുക്കുമ്പോൾ ഞാൻ കൂടുതൽ കേട്ടതിലും പ്രത്യേകിച്ച് ആ പ്രായമാവുന്നതിന് മുമ്പ് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പോയതിലൊക്കെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് തട്ടി വീണ മക്കളെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അതിൽ വളരെ കുറച്ചാണ് കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ സമയത്ത് അന്വേഷിക്കുന്നത്. അതും ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലേ?